റിപ്പോർട്ടർ ഇംപാക്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി ഡോക്ടർമാരുടെ കുറവിൽ താൽക്കാലിക പരിഹാരം. എല്ലാ ദിവസവും താൽക്കാലിക OP ഒരുക്കുമെന്ന് DMO അറിയിച്ചു. സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉറപ്പ് നൽകി. എറണാകുളത്തുള്ളൊരു ഡോക്ടറായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഡോക്ടർ ആക്ച്വലി ഡോക്ടേഴ്സ് ഗവൺമെൻറ് തന്നെ അങ്ങോട്ട് ഡോക്ടർ എറണാകുളത്തേക്ക് പോസ്റ്റ് ചെയ്തു, ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ് ചെയ്തു. അപ്പം നമ്മൾക്കിപ്പോൾ ഇവിടെ കാർഡിയോളജിസ്റ്റ് ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു 80 OP കട്ട് ഓഫ് വെക്കുന്നത് ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും അപ്പോൾ ഡോക്ടർ OPയിൽ ഇനിയിപ്പം ഒരു കുറച്ച് നാളത്തേക്കെങ്കിലും ഈ അടുത്ത ഡോക്ടർ വരുന്നത് വരെ OPയിൽ സ്ഥിരമായിട്ട് ഇരിക്കണം. കുറച്ച് പറഞ്ഞ പ്രൊസീജിയേഴ്സ് കുറച്ച് കുറക്കാനായിട്ട് സംസാരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡോക്ടറെ ഈ ഒരു പോസ്റ്റ് തിരിച്ച് നമുക്ക് പാലക്കാടേക്ക് തരാനായിട്ടുള്ള ലെറ്ററും മിനിസ്റ്റർ ഗവൺമെന്റിലേക്ക് അയക്കാം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഇക്ബാൽ അറക്കൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പർവ്വതിലാണ് എന്ന് കരുതുന്നു, നമ്മൾ ഈ വിഷയം സംസാരിക്കുകയും 5 വേണ്ടിടത്ത് 1 ഉള്ളൂ എന്നതിൽ ആ ഒരു ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്തായാലും അതിനൊരു പരിഹാരമാകുന്നു. കാർഡിയോളജി ഡോക്ടർമാരുടെ കുറവിന് പാലക്കാടിന്റെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്, അല്ലേ ഇക്ബാൽ? സുജയ, 2 ദിവസം മുമ്പാണ് ഗുഡ് ഈവനിംഗ് വിത്ത് സുജയയിൽ നമ്മൾ ഈ കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാരുടെ കുറവിനെ കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം 5 ഡോക്ടർമാർ വേണ്ടിയെടുത്ത് 1 ഡോക്ടർ മാത്രമാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ കാർഡിയോളജി വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നത്. ഇതുകൊണ്ട് തന്നെ രോഗികൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയിരുന്നു. നിരവധി OP ടിക്കറ്റുകൾ നൽകിയിരുന്ന ഇടത്ത് 1 ഡോക്ടർമാരും മാത്രം, അല്ലെങ്കിൽ 1 ഡോക്ടറുടെ സേവനം മാത്രമായതോടുകൂടി OP ടിക്കറ്റുകളുടെ എണ്ണം 80 ആക്കി വെട്ടിച്ചുരുക്കി. മാത്രമല്ല ഹൃദയ ശസ്ത്രക്രിയകളുടെ എണ്ണവും കുറച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ രോഗികൾ, പ്രത്യേകിച്ചും അട്ടപ്പാടിയിൽ നിന്നും പറമ്പിക്കുളത്തു നിന്നും ചുള്ളിയാറിൽ നിന്നും എല്ലാം വരുന്ന രോഗികൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയും പല ദിവസങ്ങളിലും OP ടിക്കറ്റ് പോലും കിട്ടാതെ മടങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ ചികിത്സ കിട്ടാൻ വേണ്ടി പല ദിവസങ്ങളും കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അങ്ങനെയാണ് റിപ്പോർട്ടർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏതായാലും ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് പിന്നീട് യൂത്ത് കോൺഗ്രസ് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ പാലക്കാട് ജില്ലാ ആരോഗ്യ വിഭാഗ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. DMO ഓഫീസ് ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് DMOയുമായി ചർച്ച നടത്തി. ഇതിനിടയിലാണ് DMO ഈ പ്രശ്നം പരിഹരിക്കാനുള്ള താൽക്കാലിക ഇടപെടലുകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ജില്ലാ ആശുപത്രി നിലവിൽ തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ചയും മാത്രമാണ് ഈ കാർഡിയോളജി വിഭാഗം OP പ്രവർത്തിക്കുന്നത്. ഇനി മുതൽ എല്ലാ ദിവസവും ഈ കാർഡിയോളജി വിഭാഗം OP പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ പാലക്കാട് DMO ആയിട്ടുള്ള KR വിദ്യ ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാനുള്ള നീക്കം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് ആരംഭിക്കും. ഇതിനുവേണ്ടി ഉടൻ തന്നെ ആരോഗ്യ മന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കും എന്ന രീതിയിലുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പാലക്കാട് DMO വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിരവധി രോഗികൾക്കാണ് ഇതോടുകൂടി ആശ്വാസമാവുന്നത്. പല ആളുകളും അവരുടെ ഒരു ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിൽ ഇക്ബാൽ അറക്കലിനും അഭിനന്ദിക്കാം. ഇന്ന് വൈകുന്നേരം നമുക്ക് അവരുടെയൊക്കെ പ്രതികരണങ്ങളിലേക്കും പോവുകയും ചെയ്യാം. താങ്ക് യു ഇക്ബാൽ അറക്കൽ.